ഹലോ, ഇന്ന് നമ്മൾ ഉള്ളത് മൂലമറ്റത്ത് ത്രിവേണി സംഗമം കാണാനായിട്ടാണ്. അതായത് തൊടുപുഴ ആറാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അതായത് തൊടുപുഴ ആറിൻ്റെ ഉത്ഭവം 3 സ്ഥലത്തുനിന്ന് ഒഴുകിയാണ് തൊടുപുഴ ആറ് വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇവിടെ എന്താണ് മുന്നറിയിപ്പുകളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുഴയിൽ ഇറങ്ങരുത്, പാറക്കെട്ടുകളൊക്കെ എന്താണ് വഴുക്കലൊക്കെ ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പുകളും, അതുപോലെ തന്നെ കുപ്പി മാലിന്യങ്ങളൊന്നും വേസ്റ്റുകളൊന്നും ഇടരുന്നുള്ളൊരു മുന്നറിയിപ്പുകളൊക്കെയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്പോട്ട് അവർ നിൽക്കുന്നത് കണ്ടോ, അവിടെ നിന്നാണ് ഒന്നാമത്തെ സ്പോട്ടിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്. രണ്ടാമത് നമ്മളിത് എവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് കണ്ടോ, ആ സ്പോട്ടിൽ നിന്നാണ് രണ്ടാമത്തെ വെള്ളം ഒഴുകി വരുന്നത്. പിന്നെ ദേ നമ്മൾ മൂന്നാമത്തെ, ഇതാണ് ത്രിവേണി സംഗമം കേട്ടോ. അതായത് ഈ 3 സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ ഇപ്പോൾ ഇച്ചിരി ഒഴുക്ക് നിലച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു സൈഡിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്നും പിന്നെ എന്താ അവിടെ നിന്നും പിന്നെ ഇതെവിടെ നിന്നും പിന്നെ ഇതെവിടെ നിന്നും കൂടി ഒഴുകി അമ്മ വെയിലൊക്കെ കാരണം ഷോളൊക്കെ ഇട്ട് ത്രിവേണി സംഗമം ആസ്വദിച്ച് കാണുവാണേ. വെള്ളം കൂടി വരുന്നുണ്ടേ. ഇതുണ്ട്, ഇത് ഒറ്റയായിട്ട് വേണ്ട. ഇവിടുന്ന് ഒന്നുകൂടി കാണിച്ചേ, ഇവിടുന്ന് ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് വേണ്ട. എന്നിട്ട് ഇത് ഒറ്റയായിട്ട് ഒഴുകി നമ്മുടെ തൊടുപുഴയാറ് മനോഹരമായിട്ട് ഒഴുകുവാണേ. അപ്പോൾ അവിടെ അത്രയും ആളുകളൊക്കെ കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒത്തിരി വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ തന്നെയാണ് ഇവിടെ തിരക്കുകളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളേ. ഇവിടെ വേസ്റ്റ് ഇടരുന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ ഒത്തിരി വേസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നല്ല മനോഹരമായ ഉരുളൻ കല്ലുകളൊക്കെയാണ്, നല്ല രസമാണ്. അപ്പോൾ വെള്ളം ഇവിടുന്ന് ഒഴുക്ക് നിലച്ചേക്കുന്നതുകൊണ്ടാണ്, ഇത്ര ശക്തമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റുന്നതെന്ന് തോന്നണേ. നല്ല കല്ലുകളെ. ഇവിടെ മനോഹരമായൊരു തൂക്കുപാലവും കൂടി ഉണ്ട് കേട്ടോ, ഇവിടെ സഞ്ചാരികൾക്ക് വരുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ കണ്ടോ, ഇവിടെ വരുന്നവർക്ക് കാണാനായിട്ട് ഈ 3 സ്ഥലത്തുനിന്ന് ഒഴുകി വരുന്ന സ്പോട്ട് ഒഴുകി 3 സ്ഥലത്തുനിന്ന് ഒറ്റയായിട്ട് ഒഴുകുന്നിടത്ത് ഒരു തൂക്കുപാലം കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്കായിട്ട്. പക്ഷേ പാലത്തിൽ കയറുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ, നല്ല കുലുക്കമുണ്ടേ തൂക്കുപാലത്തിന്. അതെ, അടിപൊളിയാണല്ലോ. ഒരു ചേട്ടൻ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട്, അല്ല വല വീശുന്നുണ്ടേ. ഇവിടെ ഒരു വെള്ളം ഇവിടെ ഇച്ചിരി ഫോഴ്സ് കുറവാണ്, പക്ഷേ അതിന് അപ്പുറത്തേക്ക് നല്ല ഫോഴ്സാണേ. ഇന്നത് അവിടെ നിന്നും ഇച്ചിരി ഫോഴ്സ് കുറവാണ്, അവിടെ നിന്നും ഒരു ഇച്ചിരി അവിടെ നിന്ന് ഒരു ഇത് വരുന്നുള്ളൂ കേട്ടോ. ജോഷു അടിപൊളിയാണോ? ജോഷു ഇതെല്ലാം നോക്കി കാണുവാണേ. അടിപൊളിയാണോ? ലിയോച്ചയും പപ്പയും കൂടി കല്ലെറിയുന്ന തിരക്കിലാണേ. നല്ല രസമാണ് കേട്ടോ കല്ലുകളൊക്കെ കാണാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പോയി നിന്നാൽ പാലത്തെ നമുക്ക് ഇറങ്ങാവേ. ആളുകളൊക്കെ ഇവിടെ കുത്തി വലിച്ചെറിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എടുത്തുകൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും ബോട്ടിൽ പൂത്തുണ്ടെങ്കിൽ അവിടെ നിശ്ചരിക്കാം കേട്ടോ. ഒരു ചേട്ടൻ വല വീശുന്നുണ്ടേ. ഇങ്ങോട്ടേക്ക് പാലത്തിൻ്റെ അടിയിലൊക്കെ നല്ല ഒഴുക്കാണ് കേട്ടോ. നമുക്കിത് ഇങ്ങനെ കയറി ഇവിടെ വരെ വരാനുള്ള വഴിയുണ്ട്, പക്ഷേ ഇങ്ങോട്ടേക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. അതിനപ്പുറമൊക്കെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു തന്നെ. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ പാലത്തിൻ്റെ സ്പോട്ടും അവിടെ കാണാം കേട്ടോ. ഇവിടെ നിറയെ വീടുകളുണ്ടേ. ഒരു സ്ഥിരം കുളിക്കാരുടെയൊക്കെ സോപ്പൊക്കെ ബോക്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടേ. ഓർണം പവർ ഹൗസിൽ നിന്നും പിന്നെ ഓർണൊരു പുഴയും പിന്നെ എന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലേ. അടിപൊളിയാണേ കാണാനായിട്ട്, നല്ല കൂളിങ്ങും ഉണ്ടേ. ഇതവിടെയൊക്കെ നടയൊക്കെ കെട്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാം കെട്ടി നിർത്തിയേക്കുവാണേ. നമ്മൾ ഇവിടെ തൂക്കുപാലത്തിൻ്റെ ഇവിടെ എത്തിയിട്ടൊന്നേ. നമ്മൾ ഇതെവിടെ നിന്നാണ് തൂക്കുപാലത്തിന് ആ വഴിയുടെ അപ്പുറത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഇവിടെ വരുമ്പോൾ ഭയങ്കര വെള്ളമാണേ. അങ്ങനെ നമ്മളിത് തൂക്കുപാലത്തിൽ കയറിയിരിക്കുവാണ് കേട്ടോ.
ഇപ്പോൾ പാലം ശരിക്കും കുടുങ്ങാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും കൂടി വരാൻ തുടങ്ങിയുണ്ട്. കൊച്ചുങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവർക്കും പേടിയായി തുടങ്ങി. ഇവിടെ കാറ്റൊക്കെ ഉണ്ടേ, അതുകൊണ്ട് ഭയങ്കര കുലുക്കമാണേ. എന്നാലും വലിയ കുഴപ്പമില്ല. ഇവിടെ നല്ല അതായിട്ട് വെള്ളം നല്ല ശക്തമാണ്. നമ്മൾ ത്രിവേണി സംഗമം ദേ കാണാമല്ലോ, അതിൻ്റെ തൊട്ടിപ്പുറയാണിത്. 3 സ്ഥലത്തുനിന്ന് പുഴ ഒഴുകി വരുന്നത്. നമ്മളവിടെ വന്നിട്ട് സംഗമിക്കുന്നത് ഇവിടെയാണ്. വരുന്ന പോയിൻ്റാണ് നമ്മളിപ്പോൾ തൂക്കുപാലത്തേക്ക് കയറിയുമ്പോൾ കാണുന്നത്. ഇച്ചിരി കൂടി വെയിലാറി കഴിയുമ്പോൾ വരുവാണെങ്കിൽ ഇച്ചിരിയും കൂടി നല്ലതാണ്. അതുപോലെ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇച്ചിരി കൂടി ഭംഗി കൂടുവേ. അടിപൊളി കേട്ടോ. അവിടെ ഒരു ചേച്ചി കുളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ലേ, ദൂരം കാണിക്കാൻ പറ്റത്തില്ല. അതുപോലെ നമുക്ക് ഒരു ഭാഗം ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ പുഴ ഒഴുകി പോകുന്നതിൻ്റെ ഒരു ഭാഗം കണ്ടോ. ഇവിടെ എല്ലാം നല്ല ഉരുളം കല്ലുകളാണേ. പുഴ ഒഴുകി പോകുന്നുണ്ടോ അടിപൊളിയായിട്ട്. നല്ല ശബ്ദവും കേൾക്കാമല്ലോ. ഇവിടെ വന്നെല്ലാം വെള്ളം നല്ല ആർത്തലക്കുന്നതിൻ്റെ ശബ്ദവും കേൾക്കാം. ചേട്ടാ ഈ സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞ് നോക്കി നിൽക്കുവാണ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത്. അച്ഛാ കൂവിക്ക് അച്ഛൻ നിർത്താൻ പറയുവാണ് എന്നോട്. അച്ഛൻ ഭംഗിയൊക്കെ ആസ്വദിക്കുക കേട്ടോ അമ്മയുടെ കയ്യിലിരുന്നത്. എൻ്റെ കാഴ്ചകളാണേ. ഇല്ലിയും ഇനി പാലൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങി കേട്ടോ. കുറച്ചാളും കൂടി കഴിഞ്ഞത് കൊള്ളത്തില്ല. അത് വീണ്ടും തിരിച്ച് നടക്കുവാണേ. അപ്പം അമ്മേനെ ദിയോച്ചനെ ആദ്യം വിട്ടേ. ദിയോച്ചനെ കണ്ണൊക്കെ തുറക്കാൻ പറ്റുന്നില്ല. ഇവരെല്ലാം നടന്നു വരുവാണേ. ജോഷു അടിപൊളിയാണോ ജോഷു? ആ അടിപൊളിയാ. ജോഷുവിൻ്റെ 2ാമത്തെ പാലമാണ് തൂക്കുപാലം അല്ലേ. ജോഷു ഇഞ്ചത്തൊട്ടി പോയില്ലായിരുന്നോ? ഇഞ്ചത്തൊട്ടിയിലെ ഏറ്റവും വലിയ തൂക്കുപാലത്ത്, അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ജോഷുവിനെ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടേ. കണ്ടോ, ഇങ്ങനെ നമ്മൾ രസമായിട്ട് ഇങ്ങനെ കുലുക്കി പോകണം ശരിക്കും പറയാം. പിന്നെ തുരുമ്പ് പിടിച്ചിരിക്കുന്നവർ നമുക്ക് അത്രയും റിസ്ക് എടുക്കണ്ടല്ലോ. പോയാൽ നമ്മൾ നീന്തൽ പറയത്തില്ല. നമ്മുടെ അമ്മയ്ക്ക് മാത്രമേ ഇത്ര നീന്തൽ അറിയത്തുള്ളൂ. നല്ല പൂക്കളൊക്കെയാണ്, നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ വേസ്റ്റുകൾ ഇടുന്നതൊക്കെ ആൾക്കാർ ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതൊന്ന് സൂക്ഷിക്കാൻ പറ്റും. ഇവിടെ ഉള്ളവർ മാത്രമല്ല വേറെ സ്ഥലത്തുള്ളവരൊക്കെ ഇടുന്നതായിരിക്കും. ഒഴുകി വരുന്നതൊക്കെ ആയിരിക്കും അടുത്തോടൊക്കെ കാണാനായിട്ട് സാധിക്കുകയെ. അടിപൊളി, നല്ല കാറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തൊടുപുഴയ്ക്ക് വരുന്നവർ ഇടയ്ക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുകയാണ് നല്ലതാണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ.